ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 9-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. റോമാലേഖനത്തിൽ പൗലോസ് സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. എന്ന് വെച്ചാൽ എൻ്റെ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം, ഇസ്രായേലാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം. ആ ജനത്തെ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുമ്പോൾ ആ ജനം അല്ലാത്തവരെ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ ജനമെന്ന് വിളിക്കും. പ്രിയ അല്ലാത്തവളെ ഞാൻ പ്രിയ എന്ന് വിളിക്കും. അതിൻ്റെ അടുത്ത ഭാഗം, നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇന്നലെ വരെയുള്ള ചരിത്രമല്ല, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. അടുത്ത് ഒന്നുകൂടെ പറഞ്ഞാൽ, അർഹതയില്ലാത്ത സ്ഥാനത്ത്, ഒരു സാധ്യതയില്ലാത്തടുത്ത് ദൈവം വിളിച്ച് വേർതിരിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ അതിൻ്റെ അടുത്ത് വീണ്ടും പറയുന്നു, യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. സ്വന്തം ജനത്തെക്കുറിച്ച് പറയുകയാണ്, ഇസ്രായേൽ ജനം കടൽക്കരയിലെ മണൽത്തരി പോലെയാണ്, പക്ഷേ രക്ഷിക്കപ്പെടുന്നത് ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. മണൽത്തരി പോലെയാണ് ഇസ്രായേൽ മക്കളുടെ എണ്ണം, പക്ഷേ രക്ഷ എന്ന് പറയുന്നത് ഒരു ശേഷിപ്പാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൻ്റെ സ്വന്തം ജനം ജാതികളായിരിക്കുന്ന മറുഭാഗം കർത്താവ് പറയുകയാണ്, ഞാൻ സ്വന്തം ജനമല്ലാത്തതിനെ ഞാൻ എൻ്റെ ജനമാക്കും. ഈ സ്വന്തം ജനത്തെക്കുറിച്ച് പറയുകയാണ്, എണ്ണം കടൽക്കരയിലെ മണൽത്തരി പോലെയാണെങ്കിലും ശേഷിപ്പുണ്ടാകും രക്ഷിക്കപ്പെടാൻ. ഒന്നുകൂടെ എൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, ആകയാൽ നാം എന്ത് പറയുന്നു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. വചനം പറയുന്നു, നീതിയെ പിന്തുടരാത്ത ജാതികൾ, പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നവരെ കുറിച്ച് പറയുകയാണ്, അവർക്ക് ഈ രക്ഷയ്ക്കകത്തോട്ട് പ്രവേശിക്കാൻ പറ്റിയില്ല. എന്നാൽ വിശ്വാസത്തിനകത്തോട്ട് പ്രവേശിച്ചവർ അതിലേക്ക് കയറി നിൽക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടി. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ഈ കർത്താവിനെ അറിയാൻ ഒരു ഭാഗ്യം കിട്ടിയത് നമ്മുടെ കഴിവോ മിടുക്കോ നമ്മുടെ സ്വഭാവത്തിൻ്റെ കൂടുതൽ കൊണ്ടൊന്നുമല്ല. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ പാപസാദൃശ്യത്തിൽ കർത്താവിനെ തകർത്തു. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് കർത്താവിനെ, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ ദൈവത്തെ മുറുകെ പിടിച്ച്, അർഹതയില്ലാത്ത സ്ഥാനത്താണ് എനിക്ക് വിശേഷപ്പെട്ട നന്മ കിട്ടിയതെന്നെണ്ണി ഞാൻ പ്രാപിച്ച ആ നീതീകരണത്തിലൂടെ, വിശ്വാസത്താലുള്ള നീതീകരണത്തിലൂടെ അവസാനം വരെ ജയിപ്പാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമെന്ന് തീരുമാനമെടുത്ത് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.